ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒരാൾ കൂടി പിടിയിൽ. തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താനാണ് പിടിയിലായത്. തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഷാജഹാൻ, ഈ കേസിന്റെ അന്വേഷണം സിനിമാ മേഖലയിലേക്കടക്കം വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായത്. ഇപ്പോൾ പിടിയിലായ വ്യക്തി ഈ കേസിലെ മുഖ്യ കണ്ണി എന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ, അത് തന്നെയാണ് ഇപ്പോൾ എക്സൈസും പറയുന്നത്. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സുൽത്താൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ തസ്ലീമയോടൊപ്പമുള്ള കക്ഷിയാണ്. അന്ന് എക്സൈസ് സംഘം ഇവരെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇദ്ദേഹം എക്സൈസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. അതിനുശേഷം തസ്ലീമയെ ചോദ്യം ചെയ്തതിലും അതോടൊപ്പം തന്നെ തസ്ലീമയുടെ ടെലിഫോൺ പരിശോധിച്ച് ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളുടെ പങ്ക് വ്യക്തമായത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിനകത്തും പുറത്തുമൊക്കെ തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തി വരികയാണ്. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളെ എക്സൈസിന് പിടികൂടാൻ സാധിച്ചത്. ഇയാളെ ആലപ്പുഴയിൽ കൊണ്ടുവന്ന് ഇനി ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ നിലവിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള തസ്ലീമയും അതോടൊപ്പം തന്നെ ഒപ്പമുള്ള ഫിറോസിനെയും എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ഇവരെയും ചോദ്യം ചെയ്യും. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലും അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഇയാൾക്ക് സംബന്ധിച്ചും എക്സൈസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലുള്ളവരെയും വിളിച്ച് ചോദ്യം ചെയ്യും. അതും ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളാവും നടക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയിലടക്കം ഹൈബ്രിഡ് കഞ്ചാവും മയക്കുമരുന്നും എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മറ്റ് കണ്ണികളെ കുറിച്ചാണ് ഇപ്പോൾ എക്സൈസ് അന്വേഷണം നടത്തി വരുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.